ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മുടെ +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട്. 1 മാർക്കിനോ 2 മാർക്കിനോ ആയിട്ട് എപ്പോഴും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൗണ്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള റൂളാണ്. മാക്സിമം ഈ റൂളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അതിൽ നമ്പർ തന്നിട്ടുണ്ടാവും, അതിൽ നിന്നും എത്ര നമ്പർ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളൊരു സെയിം നമ്പർ ഡിഫറെൻറ്റ് യൂണിറ്റിൽ എഴുതാൻ വിചാരിക്കും. ഇപ്പോൾ നമ്മളൊരു നീളം അളക്കുന്നു, ഒരു ഒബ്ജക്റ്റിൻ്റെ നീളം നമ്മൾ അളക്കുകയാണ്. ആ നീളം നമ്മൾ സെൻറ്റിമീറ്ററിലും മീറ്ററിലും മില്ലിമീറ്ററിലും മെഷർ ചെയ്ത് വിചാരിക്കുക. ഫസ്റ്റ് അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന അതാണ്. അതായത് 2.308 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാലും 0.0208 മീറ്റർ എന്ന് പറഞ്ഞാലും 23.08 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലും ഒരേ അളവിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിഫറെൻറ്റ് യൂണിറ്റിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ കേസിൽ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്തായിരിക്കും, ചേഞ്ച് ചെയ്യില്ല. എല്ലാ കേസിലും അതായത് യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഒരേ അളവിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാറുകയില്ല. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് എല്ലാ കേസിലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ഇനി രണ്ടാമത്തെ കേസ് എന്താ, നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യമാണ്, എല്ലാ നോൺ സീറോ നമ്പറും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ നമുക്കൊരു വലിയ നമ്പർ തന്നു, അതിൽ എത്ര നോൺ സീറോ നമ്പർ ഉണ്ട്, സീറോ അല്ലാത്തുള്ള എല്ലാ നമ്പർ വരുമ്പോഴും അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അതെല്ലാം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. സീറോ വരുന്ന കേസിലാണ് നമുക്ക് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഈ ഡൗട്ട് വരുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. തേർഡ് ലോ, അതായത് നോൺ സീറോ നമ്പർ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ നോൺ സീറോ നമ്പറിനിടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സീറോസ് ഉണ്ട്. അതായത് രണ്ട് നോൺ സീറോ നമ്പറിനിടയിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന സീറോസ് എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക, 1204 എന്ന് പറയുന്ന ഒരു നമ്പർ, അവിടെ സീറോ എന്ന് പറയുന്നത് എന്താ, 2നും 4നും ഇടയിൽ ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ആ 2ഉം 4ഉം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനിടയിൽ അല്ലെങ്കിൽ രണ്ട് നോൺ സീറോ നമ്പറിനിടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന സീറോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കൗണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യേണ്ടതാണ്. ഇനി എന്താണ്, ഒരു നമ്പർ, ഒരു ഡെസിമൽ പാർട്ട് ഉണ്ട്, ഒരു നമ്പർ സീറോവിനേക്കാൾ ചെറിയ നമ്പറാണ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴായിരിക്കും, 0 പോയിൻ്റ് എന്ന് പറഞ്ഞായിരിക്കുമല്ലോ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഫസ്റ്റ് നോൺ സീറോ നമ്പർ വരെ വരുന്ന സീറോസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് എക്സാമ്പിൾ നോക്കി, 0.032 എന്ന് പറയുന്ന നമ്പർ, അവിടെ 3 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് നോൺ സീറോ നമ്പർ. അപ്പോൾ അതുവരെ വരുന്ന രണ്ട് സീറോയും നമ്മൾ എന്ത് ചെയ്യേണ്ട, അവിടെ കൗണ്ട് ചെയ്യേണ്ട. ഇനി 0.0040007 എന്ന് പറയുന്ന നമ്പർ, ഫസ്റ്റ് നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 4 ആണ്. അപ്പോൾ അതുവരെയുള്ള സീറോസ് എന്ത് ചെയ്യേണ്ട, കൗണ്ട് ചെയ്യേണ്ട. ബാക്കി നമ്പേഴ്സ് കൗണ്ട് ചെയ്യണം. 4ഉം 7ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. 4നും 7നും ഇടയിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന 3 സീറോയും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ ടോട്ടൽ 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വരും. പിന്നെ എന്താണ്, ഒരു നമ്പറിന് ഡെസിമൽ പാർട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുക. ഒരു നമ്പറിന് ഡെസിമൽ പാർട്ട് ഇല്ലെങ്കിൽ ആ ട്രെയിലിംഗ് സീറോസ് ഉണ്ടല്ലോ, ലാസ്റ്റ് വരുന്ന സീറോസ്, അതിനെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ട. അപ്പോൾ 4200 എന്ന് പറയുന്ന ഒരു നമ്പർ, അതിൽ 4ഉം 2ഉം കഴിഞ്ഞ് വരുന്നതെല്ലാം ട്രെയിലിംഗ് സീറോസ് എന്ന് പറയും. ലാസ്റ്റ് വരുന്ന സീറോസ് ആണ്, അതെന്താണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതെന്തല്ല, അവിടെ ഡെസിമൽ പാർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു നമ്പറിന് ഡെസിമൽ പാർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഡെസിമൽ പാർട്ട് വരുന്ന കേസിൽ അതിൻ്റെ ട്രെയിലിംഗ് സീറോസ് എങ്ങനെയായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ 5ഉം 6ഉം കണക്ട് ചെയ്ത് പഠിക്കണം. അഞ്ചാമത്തേൽ എന്താണ്, അവിടെ ഡെസിമൽ പാർട്ടേ ഇല്ല, നമ്പർ ഡെസിമൽ പാർട്ടില്ല, അതുകൊണ്ട് ട്രെയിലിംഗ് സീറോസ് എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. എന്നാൽ ആറാമത്തെ കേസ് വരുമ്പോൾ എന്താണ് നോക്കി, അവിടെ ഡെസിമൽ പാർട്ട് ഉണ്ട്, 20.0 ആണ്, അവിടെ ഒരു ഡെസിമൽ പാർട്ട് ഉണ്ട്. ഡെസിമൽ പാർട്ട് വരുന്ന കേസിൽ ട്രെയിലിംഗ് സീറോസ് എല്ലാം എന്തായിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇനി ലാസ്റ്റ് കേസിൽ നമ്മൾ നമ്പേഴ്സ് ഇൻറ്റു പവർ 10⁻⁴ ഒക്കെ വെച്ച് എഴുതാറില്ലേ. അപ്പോൾ 10ൻ്റെ പവറിനെ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യണം, അവിടെ കൗണ്ട് ചെയ്യണം. ഇപ്പോൾ ഒരേ നമ്പറിനെയാണ്, ഒരേ കാര്യത്തെയാണ് നമ്മൾ ഡിഫറെൻറ്റ് 10ൻ്റെ വ്യത്യസ്ത പവറുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. ഫസ്റ്റ് നമ്മൾ നോക്കി, അവിടെ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എല്ലാ കേസിലും 4 ആണ്. എന്തുകൊണ്ട്, നമ്മളവിടെ 10ന് വരുന്ന 10ഉം 10ൻ്റെ പവറായിട്ട് വരുന്ന നമ്പറും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയേ ചെയ്യേണ്ട. അതിന് മുന്നേ വരുന്ന 4.700 എന്ന് പറയുന്ന നമ്പറിനെ മാത്രമേ നമ്മൾ അവിടെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അവിടെ ഡെസിമൽ പാർട്ട് ഉള്ളത് കൊണ്ടാണ് ആ സീറോ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, എല്ലാ നോൺ സീറോ നമ്പറും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ട് നോൺ സീറോ നമ്പറിനിടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന സീറോസ് എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഒരു നമ്പർ ഒന്നിനേക്കാൾ ചെറുതാണ്, അതായത് ട്രെയിലിംഗ്, അങ്ങനെയുള്ള കേസിൽ ആദ്യം വരുന്ന സീറോസ്, ഫസ്റ്റ് നോൺ സീറോ നമ്പറിന് മുമ്പേ വരുന്ന സീറോസ് ഒക്കെ എന്താണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ഒരു നമ്പറിന് ഡെസിമൽ പാർട്ട് ഒന്നും ഇല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പാർട്ട് ഉണ്ടെങ്കിൽ എന്താണ്, ട്രെയിലിംഗ് സീറോസ് എന്തായിരിക്കണം, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം. ഇനി നമ്പേഴ്സ് ഇൻറ്റു 10⁻⁴ വരുമ്പോൾ 10ഉം അതിന് പവറായി വരുന്ന നമ്പറും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സിമ്പിളായിട്ടുള്ള ഈ 6 ടെക്നിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് നമ്പറിൻ്റെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക്